നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. രോഹിണി നക്ഷത്രക്കാർ ഇടവക്കൂറുകാർക്കും വേഴമാറ്റം കൊണ്ടുള്ള ഫലത്തെയാണ് പറയാൻ പോകുന്നത്. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ്. പിന്നെ ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാഹ സകലാശദേവ പ്രതികൂലക സതി ഞാൻ അനുകൂലഹ എന്നാണ്. അങ്ങനെ സർവ ഈശ്വര ചൈതന്യം അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രഹമാണ് വേഴൻ. ആ വേഴഗ്രഹം അനുകൂലിച്ച് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ ദേവന്മാരുടെ അനുഗ്രഹങ്ങളും എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. പ്രതികൂലിച്ച് നിൽക്കുമ്പോൾ സർവ ഗുണങ്ങളും ക്ഷയിക്കാനും ദോഷങ്ങൾ ആരംഭിക്കാനും തുടങ്ങും. അപ്പോൾ നമുക്കുള്ള ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിനും ഗുണങ്ങൾ നിലനിർത്തുന്നതിനും വേണ്ടി നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. വേഴൻ 2026 6 മാസം ഈ മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശി വരെ 2027 6 മാസം 26 വരെ ആ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നുവെങ്കിലും ഈ 6 മാസം മുതൽ വേഴൻ ആ ചിങ്ങൻ രാശി വരും. വീണ്ടും 10 മാസത്തിൽ വീണ്ടും ചിങ്ങത്തിൽ നിന്നും കർക്കിടകത്തിലും മാറി മാറി സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വേഴൻ 2 നിൽക്കുന്നത് 3-ലേക്കാണ് വരാൻ പോകുന്നത്. 3-ൽ വേഴൻ നിൽക്കുന്ന കാലം അത്ര നല്ലതല്ല. കാരണം മാരകസ്ഥാനം എന്ന് പറയും. അഷ്ടമം ആയുഷ അഷ്ടമാത് അഷ്ടമജതൻ തയോരവി വ്യയസ്ഥാനം മാരകസ്ഥാനം ഉച്ചരി എന്നാണ്. മാരകസ്ഥാനത്ത് വരുമെന്നാണ്. അത് വലിയ കുഴപ്പമാണ്. അപ്പോൾ വേഴഗ്രഹം 3 സഞ്ചരിക്കുന്ന സമയം മാരകസ്ഥാനമാണെന്നാണ് ഫലം. അതുകൊണ്ട് 3-ൽ നിൽക്കണവരൊക്കെ സൂക്ഷിക്കണം. അരിഭവനെ സഹദേവ ബൃഹദാമ്പത്യോ സ്ഥിതി കലഹ. 3-ലും 6-ലും വേഴം സഞ്ചരിക്കുന്ന കാലഘട്ടം സ്ഥിതി കലഹം സ്ഥിതി ചെയ്യും. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ശത്രുക്കളുണ്ടെന്ന് വിചാരിച്ചോളാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആർക്കും ഇഷ്ടപ്പെടില്ലെന്ന് വിചാരിച്ചോളാം. ഒരു ഉദ്യോഗസ്ഥനും അധികാരി ആയിരുന്നാൽ പോലും നിങ്ങൾക്കെതിരെ നിയമങ്ങളും നടപടികളും വരുന്ന സമയം, കാരണമില്ലാത്ത ശത്രുതകളും പോലീസ് കേസുകളും ഉണ്ടാകുന്ന സമയം. സാധാരണക്കാർക്കായിരുന്നാലും ഉദ്യോഗസ്ഥന്മാർക്കായിരുന്നാലും ഒരുപോലെ തലവേദന ഉള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ വിജയിക്കാൻ പറ്റൂല. അപ്പോൾ അധികാരികൾ പറയണ കേട്ടില്ലെങ്കിൽ അതൊരു പ്രശ്നം. നമ്മളെ കൂടെ അധികാരം ഇല്ലാത്തൊരു സാധാരണക്കാരൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അതും ഒരു പ്രശ്നം. അതുകൊണ്ട് എല്ലാം നമ്മൾ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കേണ്ടതായിട്ടുമുണ്ട്. വേഴം 3 നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ഫലം. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കെല്ലാം പെട്ടെന്ന് നേടി ജയിക്കാൻ പറ്റും. ഈശ്വരാനുകൂല്യം കുറഞ്ഞു വരുമ്പോഴാണ് ദുരിതങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കുറഞ്ഞ ഘട്ടമാണ്. ഒരു അമ്പലത്തിൽ പോയി ഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചാൽ പോലും മുടങ്ങിപ്പോണ സമയം. ഒരു ഓട്ടിന് തോറ്റു, ഒരു മാർക്കിന് തോറ്റു, റാങ്ക് ലിസ്റ്റിൽ കിടന്നാലും ജോലി കിട്ടാൻ തടസ്സം, കിട്ടിയ ജോലിയിൽ നല്ല മെച്ചമില്ലാതെ കൊണ്ട് കണക്റ്റ് വരാൻ തോന്നും. ഒരു രാജ്യത്ത് ഒരു ജോലിയിലും ഉറച്ചു നിൽക്കാൻ തോന്നില്ല. വേഴൻ ഈ ബുദ്ധിയും പുത്രലും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം മയവും വസയും ഗുരുവെന്നാണ്. അപ്പോൾ ആ ബുദ്ധി നമ്മൾ നല്ല ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ചിന്തിക്കാതെ പ്രവർത്തിച്ച് കളയും. അതുകൊണ്ട് 1, 2, 3 തവണ ആലോചിച്ചിട്ട് മാത്രം ഏത് കാര്യത്തിലും തീരുമാനം എടുക്കാവൂ. നിങ്ങളെ കൊണ്ട് തീരുമാനിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ഗുരുജനങ്ങളോടാ വേണ്ടപ്പെട്ടവരോടാ ജ്യോത്സ്യൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ചോദിച്ചൊരു തീരുമാനം എടുത്ത് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. കാരണം കലഹമാണ്. അപ്പോൾ ഭാര്യയായിട്ട് കലഹം അല്ലെങ്കിൽ ഭർത്താവായിട്ട് എന്തിനാണ് കുടുംബ കോടതിയിൽ പോയി ബന്ധം ഒഴിപ്പിക്കാനായിരിക്കും ചിലപ്പോൾ ഒരാൾ പറഞ്ഞു തരണം. അത് ശരിയായ ഒരു മാർഗമല്ല. ചെറിയ വിരോധങ്ങളും നമുക്ക് എങ്ങനെ ഉണ്ടാവണം, നമ്മൾ നിമിത്തമാണോ അവർ നിമിത്തമാണോ, എന്ത് കാര്യങ്ങൾ എങ്ങനെ പോയാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കണം. പെട്ടെന്ന് കോടതിയിൽ പോയി കേസ് കൊടുക്കണമെന്നില്ല. കാരണം നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം വളർത്തേണ്ടുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും കാണില്ല. ചെറിയ കാര്യത്തിനും കോടതിയിൽ പോയാൽ വക്കീലിനെ കണ്ടാൽ ചിലപ്പോൾ അത് കുരുക്കായിട്ട് വരുന്ന അവസ്ഥകളും ഉണ്ടാകും. നിങ്ങൾ വന്ന് തീർക്കാന്നുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഇത്രയും വലിയ വിരോധം കാണിക്കേണ്ട കാര്യമില്ല. ആരുടെയൊക്കെ വിരോധം കാണിക്കും? സഹോദരങ്ങളോട് വിരോധം കാണിക്കും. 3-ാം ഇടം സഹോദര സ്ഥാനമാണ്. സന്താനകാരകനാണ് വേഴം. മക്കളോട് വിരോധം കാണിക്കും. വേഴം ധനകാരകനാണ്. അതുകൊണ്ട് ചിട്ടിപ്പാട്ടം ഏജൻസി ബിസിനസ് ഇതൊക്കെ ചെയ്യണവരാണെങ്കിൽ തൊഴിലാളിയും മുതലാളിയും ഒക്കെ നമുക്ക്
വിരോധത്തിന് വരും, ബാങ്കുകാർ ജപ്തിക്ക് വരും, തോനെ പൈസ ഉണ്ടെങ്കിൽ ഇഡിയും ഇൻകം ടാക്സും വരും. ഒരു പൈസയില്ല കടത്തിലാണ് നിൽക്കണമെങ്കിൽ ബാങ്കുകാർ ജപ്തിക്ക് വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക കുരുക്കുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ ജീവിതത്തെ തകർത്ത് കളയും കണക്ക് നമുക്ക് തോന്നുന്ന ഒരു സമയമാണ് വേഴഗ്രഹം 3 നിൽക്കുന്നത്. ചന്ദ്രസ്തു നിധനം പ്രാപ്തോ സപ്തമം ബുധലോഹിതോ ദ്വാദശം ഭാസ്കരക ഷഷ്ടം മൃഗപുത്ര സമാസുതേ തൃതീയം ദേവമന്ത്രീജ. 3 ദേവമന്ത്രി വേഴൻ നിൽക്കുമ്പോൾ രാഹു കേതു ശനീശ്വരാഹ ജന്മസ്ഥേ പ്രാണസന്ദേഹം. അപ്പോൾ 3 വേഴൻ നിൽക്കുമ്പോൾ പ്രാണസന്ദേഹമുള്ള സമയമാണ്. ചെറിയ അസുഖം വന്നാൽ ഉടനെ സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പം മരുന്നും വേണം, മന്ത്രവും വേണം, ഈശ്വരഭക്തിയും വേണം, പൂജകളും ഒക്കെ വേണം. അത് 2026 6 മാസം വരെയാണ് ആ ഗ്രഹപ്പഴ കൂടുതൽ. അത് കഴിയുമ്പോൾ വേഴം 3 മാറി 10 മാസം വരെ 4 വരും. അത് നല്ലതാണ് 4 വരുമ്പോൾ. എന്ന് വെച്ചാൽ നമുക്ക് കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തി. അപ്പോൾ ചിങ്ങത്തി വേഴം വരുന്ന സമയം നമുക്ക് ക്ഷേത്രങ്കോ ശയനാസനാന് സുഖവിത്യേഷാമി ലാഭോ ഭവേ. അപ്പോൾ വീട് വായിക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും കിട്ടാതെ കിടക്കണ വസ്തുവകകൾ കിട്ടാനും കാര്യവിജയം ഉണ്ടാകാനും ശരീരസുഖം കിട്ടാനും മനസ്സുഖം കിട്ടാനും കാര്യലാഭം ഉണ്ടാകാനും കലവിച്ചിരിക്കുന്ന മക്കളും മരുമക്കളും ബന്ധുമിത്രാദികളൊക്കെ അനുകൂലിച്ചു വരാനും. 4 വെച്ചാൽ എന്താണ്? മാതാ സുഹൃ മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആശ്രഞ്ച. മാതാവിൻ്റെ പ്രീതി, മാതുലന്മാരുടെ പ്രീതി, ഭാഗിനേയൻ മരുമക്കളുടെ പ്രീതി, ക്ഷേത്രം സുഖം വാഹനം ആശ്രഞ്ച. വീട് വയ്ക്കാൻ യോഗം, ക്ഷേത്രം നിർമ്മിക്കാൻ യോഗം, അമ്പലങ്ങൾ ആശ്രമങ്ങൾ പുണ്യകർമ്മങ്ങൾ ഇതൊക്കെ നവീകരിച്ച് പുനരുദ്ധരിക്കാനുള്ള യോഗം. സർവകർമ്മമാണ്. എന്ത് കാര്യത്തിന് പോയാലും ആ വക കാര്യങ്ങൾ വിജയിച്ച് നേടാനുള്ള യോഗം. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വരും. വേഴഗ്രഹം 4 വരും. 4 നിന്ന് വന്നിട്ട് വീണ്ടും ഇതെങ്ങോട്ട് പോവും എന്ന് വെച്ചാൽ നമുക്ക് 10 മാസം മുതൽ വീണ്ടും ഇത് കർക്കിടകൻ രാശിയിലേക്ക് മാറി 3 വരും. അപ്പോൾ ഇടയ്ക്കുള്ള കുറച്ച് മാസം നല്ലതാണെങ്കിലും വീണ്ടും കർക്കിടകൻ രാശി നിൽക്കുമ്പോൾ 3 പിന്നെ ആ 3 വേഴത്തിൻ്റെ മാറ്റം നമുക്ക് വരുന്നത് 2027 6 മാസം വരെ അത് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് രാശി മാറ്റും. അപ്പോൾ അതുകൊണ്ട് 2027 6 മാസം വരെ നമുക്ക് ഇടയ്ക്ക് ഇത്തിരി പുര സമയം കിട്ടും. അത് നമുക്ക് നല്ലതാണ്. പക്ഷേ എങ്കിലും നമ്മൾ അതുവരെ ഉള്ള കാലഘട്ടത്തിൽ ഭാഗ്യക്കുറവ്, ശത്രുതകൾ, വീഴ്ച, ഒടിവ്, ഭാഗ്യക്കുറവൊക്കെ ഉള്ള സമയമാണ്. ഭാഗ്യക്കുറവ് ജോലി കിട്ടിയാൽ നല്ല പ്രൊമോഷൻ കിട്ടിയില്ല, സാലറി കിട്ടിയില്ല, കമ്മീഷൻ കിട്ടിയില്ല, പ്രോഫിറ്റ് കിട്ടിയില്ല എന്ന് ഉള്ളത് കളഞ്ഞു പൊളിക്കരുത്. ഉള്ളത് മതി, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ സ്നേഹിച്ച് ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വേഴഗ്രഹം നമുക്ക് അനുകൂലിച്ച് വരാൻ തിരിയും. നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചാലും കറണ്ട് വെട്ടം കിട്ടും. ചെറിയ ഒരു വിളക്ക് കത്തിച്ച് വെച്ചാലും വെട്ടം കിട്ടും. ഒരു എമർജൻസി ലാമ്പ് കത്തിച്ച് വെച്ചാൽ കുറച്ചും കൂടെ വെട്ടം കിട്ടും. ഒരു ജനറേറ്റർ ഉണ്ടെങ്കിൽ നല്ല വെട്ടം കിട്ടും. അപ്പോൾ അതേപോലെ ചെറിയ പരിഹാരം തൊട്ട് വലിയ പരിഹാരം വരെ നമുക്കുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെറിയ ചെറിയ പരിഹാരങ്ങൾ, പ്രാർത്ഥന, സന്ധ്യാവന്ദനങ്ങൾ, ക്ഷേത്ര ദർശനങ്ങൾ, പിന്നെ നമുക്ക് പൂജ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് അടിച്ചേൽപ്പിക്കുന്നതല്ല, ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പൂജ ചെയ്താൽ പുണ്യം കിട്ടും. ഒരു ചെടി വെയിലത്തിങ്ങനെ ഉണങ്ങി നിൽക്കുമ്പോഴേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് തഴച്ച് ഉണങ്ങി കരിയാതെ അതങ്ങ് നിൽക്കും. നല്ല ഫലങ്ങളും നല്ല പൂക്കളും ഒക്കെ നമുക്ക് കിട്ടും. ഒരു മരമാണെങ്കിൽ പോലും അത് ഉണങ്ങിക്കരിഞ്ഞതിന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ ചെറിയ പരിഹാരങ്ങളെ കൊണ്ട് നമുക്ക് വലിയ ദോഷങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ നിങ്ങളും കുറച്ചും കൂടെ ഭക്തിയോടുകൂടിയൊക്കെ ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ജോലി പോവാതിരിക്കാൻ സൂക്ഷിക്കണം. കുരുക്കുകളെന്തൊന്നും ചാടാതിരിക്കണം. ആൾക്ക് ജാമ്യം നിൽക്കാതിരിക്കണം. ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയുള്ള ചില ബിസിനസ്സൊക്കെ ചെയ്യണവർക്ക് ഒരുപാട് പ്രതീക്ഷിച്ചതുപോലുള്ളൊരു മെച്ചം കിട്ടണ സമയമല്ല. അതുകൊണ്ട് വലിയ ലാഭം നോക്കാതെ നിങ്ങൾക്ക് കച്ചവടമൊക്കെ നടത്തണമെങ്കിൽ ചെറിയ ലാഭം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രവർത്തിച്ചാൽ നമുക്ക് സീറോയിൽ നിന്നും തീർച്ചയായിട്ടും ഹീറോ ആവാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഹീറോ ആയിരിക്കുന്ന നിങ്ങൾ സീറോ ആയിട്ട് വരാൻ വരെ സാധ്യതയുള്ളത്. കേൾക്കുമ്പോഴൂടെ വിരോധം തോന്നരുത്. അത് നമ്മൾ അറിഞ്ഞിരുന്ന നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും. മരുന്നും മന്ത്രവും ഭഗവാനെ പ്രസാദിപ്പിച്ചു കൊണ്ടുള്ള ജീവിതവും. നല്ലത് വന്നാൽ നല്ലത് വരും. അപ്പം അങ്ങനെ എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജാതകം നോക്കണം. ജാതകത്തിൽ ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതൊക്കെ അയച്ചു തരണം. ഫീസും അടയ്ക്കണം. മിക്ക ആൾക്കാരും
നമുക്ക് ഒരുപാട് ഡാറ്റയൊക്കെ അയച്ചിരുന്നുണ്ട്. പക്ഷേ ചിലർ ഫീസ് തരുന്നില്ല. ഒരു യഥാർത്ഥ സത്യമാണ് പറയുന്നത്. അതിന് ഫീസ് തരാത്തവർക്ക് ഫലം പറഞ്ഞു കൊടുക്കാതിരുന്നാൽ ഭയങ്കര അത്യാഗ്രഹിയാണ്, ആ പൈസയ്ക്ക് കൊതിയനാണെന്നൊക്കെ പറയാതല്ല. ഞാൻ ഫീസ് പറഞ്ഞ് ഒരാൾക്ക് സഹായത്തിന് പറഞ്ഞു കൊടുത്താൽ ആ വീട്ടിൽ 50 പേരുണ്ടെങ്കിൽ 50 പേരും ഇതിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. 50 പേർക്കും നമുക്ക് സമയം വേണം, നമ്മൾ അധ്വാനിക്കണം, അവരുടെ ജാതകം കാണിക്കണം, ഫലം പറയണം. ഒരു പൈസയും കിട്ടാത്ത ഈ പരിപാടി നിങ്ങളാണെങ്കിൽ ചെയ്യുമെന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പൈസയല്ല, ജീവിക്കാൻ പൈസ വേണം, അതിൻ്റെ ഫോണിന് പൈസ വേണം, അത് ചാർജ് ചെയ്യാൻ പൈസ വേണം, നെറ്റിന് പൈസ വേണം. അതുകൊണ്ടാണ് എനിക്കൊരു പൈസ തന്നില്ലെങ്കിലും നോക്കിത്തരാം, എൻ്റെ വീട്ടിൽ വന്നാൽ മതി, എല്ലാ കാര്യങ്ങളും നോക്കിത്തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.